ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു വെറൈറ്റി ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി 1 കിലോ ചിക്കനും നമ്മൾ നല്ലതുപോലെ മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ടൊന്ന് കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതിന് നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു 3 വലിയ സവോളയാണ് ഇത് നല്ലതുപോലെ നമ്മളൊന്ന് അരിഞ്ഞിട്ട്, അപ്പോൾ ഇത് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട്. ഇത് നമ്മൾ എണ്ണയ്ക്കകത്തൊന്ന് മൂപ്പിക്കാൻ സമയത്ത് ഇത്തിരി ഉപ്പ് തൂളിയിട്ടും മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിങ്ങനെ നല്ല ക്രിസ്പിയായി കിട്ടും. ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 വലിയ സ്പൂണ് തൈര് വേണം. അതിന് ഞാൻ കുറച്ചൊരു 10-20 ബദാം, കാഷ്യൂനട്ട്, ഒരു 2 സ്പൂണ് തേങ്ങ, ഇത് നമ്മളൊന്ന് നല്ലതുപോലെ മിക്സിയിൽ അടിച്ച് നല്ല പേസ്റ്റ്, നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റാക്കി എടുക്കണം. പിന്നെ അതിന് നമ്മൾ ഗരം മസാല വേണം. ചെറിയ സ്പൂണ് ഗരം മസാല, ചെറിയ സ്പൂണ് കുരുമുളക് പൊടി, നമ്മൾ നല്ല എരിവുള്ള പച്ചമുളകാണ്, ഇതൊരു 5-6 എണ്ണം ഇടണം. നമ്മൾ ആദ്യം തന്നെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കിപ്പോൾ ഈ ബദാം, കാഷ്യൂനട്ട്, തേങ്ങ ഇതെല്ലാം കൂടെ ഞാൻ ആദ്യം ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. പിന്നെ ബാക്കി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പം നമ്മളിത് കണ്ടോ ബദാം, കാഷ്യൂനട്ട്, തേങ്ങയൊക്കെ കൂടെ നല്ലതുപോലെ ഒന്ന് അരയാൻ വേണ്ടി ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചാണ് അരച്ചത്. നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ചിക്കനിലോട്ട് ഒഴിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇപ്പോൾ 2 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നതാണ്, അത് ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ ആദ്യം തന്നെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ നല്ലതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുമ്പം നല്ലപോലെ നമ്മൾ ഇളക്കി പിടിപ്പിക്കണം. ചെറിയ സ്പൂണ് ഗരം മസാലയാണ്. ഒരുപാട് മുളക് നമ്മൾ ചുമന്ന മുളക് പൊടി ഇടുന്നില്ല. ഇപ്പോൾ കുരുമുളക് പൊടി ഒരു ചെറിയ സ്പൂൺ ഇടുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനിപ്പം ഒരു സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്, 1 സ്പൂൺ ഇടാം. 1 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം. 1/4 സ്പൂണ് മഞ്ഞൾ പൊടി ചേർക്കാം. നമുക്ക് കുറച്ച് തൈര്, നമ്മളൊരു 3 സ്പൂണുണ്ട് അതും നമുക്ക് ചേർക്കാം. നമ്മൾ ഈ സവോള അരിഞ്ഞു വെച്ച് വറുത്ത് വെച്ചിരിക്കുന്നത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ട് വേണം ഇതിൻ്റെ കൂടെ ചേർക്കാൻ. നമുക്കിത് നല്ലപോലെ ഒന്ന് പൊടിച്ച് ചേർക്കാം. നമുക്കിപ്പോൾ പൊടിച്ച സവോളയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പം നമ്മൾ സവോളയൊക്കെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വറുത്ത് എടുക്കുന്ന കറിയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ചിക്കന്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ നമുക്കിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ചിക്കനൊക്കെ നല്ലതുപോലെ മസാല നമ്മൾ നല്ലപോലെ കൈ കൊണ്ട് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിനി ഇതൊന്ന് ഒരു 1 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെക്കണം. അപ്പോഴാണ് നമ്മുടെ ചിക്കനകത്തിലൊക്കെ ഒരുപാട് വലിയ പീസല്ല, അതുകൊണ്ട് 1 മണിക്കൂർ വെച്ചാൽ മതിയാകും. നമുക്ക് ഒത്തിരി സമയം വെക്കാനില്ലെങ്കിലും കുഴപ്പമില്ല. വലിയ ലെഗ് പീസൊക്കെ തന്നെ നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചധികം സമയം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം, ഒരു 3-4 മണിക്കൂറേലും വെക്കണം. ഇതിപ്പോൾ ഒത്തിരി വലിയ പീസ് അല്ലാത്തതുകൊണ്ട് നമുക്ക് 1 മണിക്കൂർ വെച്ചാൽ മതിയാകും. അപ്പം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊന്ന് എടുത്തതാണിത്. അപ്പോൾ ഒരുപാട് വലിയ പീസൊക്കെ അല്ലാത്തതുകൊണ്ട് നമുക്ക് 1 മണിക്കൂർ വെച്ചാൽ മതിയാകും. ലെഗ് പീസൊക്കെ തന്നെ നമ്മൾ റെഡിയാക്കുവാണെങ്കിൽ ഒരു 4 മണിക്കൂറൊക്കെ വെക്കണം. അപ്പം ഞാനിത് ഒരു കടയിൽ ചൂടാക്കിയിട്ട് ഒരു 4-5 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് നല്ല എരിയുള്ള മുളകാണ്. അപ്പോൾ ആദ്യം മുളകൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഒരുപാട് ചുമന്ന മുളക് പൊടി ചേർക്കുന്നില്ല, നമ്മുടെ കറിയുടെ കളറൊക്കെ ഒന്ന് മാറിപ്പോകും. അത് കാരണം മുളകൊക്കെ വറക്കുമ്പോൾ ഒന്ന് ഇത്തിരി മാറി നിൽക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് മുഖത്തോട്ട് തരും. അപ്പം മുളകൊന്ന് വഴന്നിട്ടുണ്ട്. നമുക്ക് ചിക്കനൊക്കെ ഇങ്ങോട്ട് ഓരോരോ പീസായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു സ്ലോ ഫ്ലെയിമിൽ നമ്മൾ വെച്ചിട്ട് ഒരു 20-25 മിനിറ്റെങ്കിലും വേണ്ടി വരും നമ്മുടെ ചിക്കൻ ഒന്ന് റെഡിയാവാൻ. നമുക്ക് നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് നിരത്തി ഒന്ന് എണ്ണയ്ക്കകത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ പീസൊക്കെ നമ്മൾ നല്ലതുപോലെ ഒന്ന് എണ്ണ മുങ്ങുന്ന പോലെ ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് മൂടി വെക്കാം. ഒരു 3-4 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ലോ ഫ്ലെയിമിലാക്കി വെക്കണം. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കിയും കൊടുത്തോണ്ടിരിക്കാം. നമുക്ക് ചിക്കൻ വേകുന്നവരെ വെക്കാം. നമുക്ക് ചിക്കൻ കറി റെഡിയായി ഒന്ന് നോക്കാം. അപ്പം നല്ല
കറക്റ്റ് ആകുമ്പോൾ ഇങ്ങനെ നമുക്ക് കറി കാണുമ്പോൾ തന്നെ അറിയാം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഒത്തിരി ഡ്രൈ ആക്കുന്നില്ല. നമുക്ക് ചപ്പാത്തിക്കും നാനിനൊക്കെ കൂട്ടാൻ വേണ്ടി നല്ലൊരു കറിയാണിത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഡ്രൈ ആക്കാതെ കറക്റ്റായിട്ടിരിക്കാൻ നമ്മളിതൊന്ന് ഓഫാക്കി നല്ലൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ മസാല ചിക്കൻ നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കൊരു കുറച്ച് ഒരു മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തൊന്ന് ഗാർണിഷ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. നമ്മൾ നല്ലൊരു റെസിപ്പിയായിട്ട് പിന്നെയും വരും.